ഹലോ, അപ്പോൾ നമ്മളിതേ നാട്ടിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ കുറച്ച് മാസങ്ങൾക്ക് ശേഷം കേട്ടോ വീട്ടിൽ പോകുന്നത്. കാരണം എൻ്റെ വീട് പാലക്കാടാണ് വരുന്നത്. അപ്പോൾ കുറച്ച് ലോങ് അല്ല, അപ്പോൾ എപ്പോഴും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിതേ വീട്ടിലെല്ലാവരോടും ബൈ പറഞ്ഞ് നമ്മൾ വേഗം കാറിലായിട്ട് കയറാം കേട്ടോ. കാരണം ഏകദേശം ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എന്ന് പറയാൻ കുറച്ച് ലോങ് ആണ്, പാലക്കാടാണ് കേട്ടോ വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏകദേശം ഒരു 4 മണിക്കൂറിൻ്റെയൊക്കെ യാത്ര ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടാപ്പി ഫസ്റ്റ് ടൈം ആട്ടോ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. കാരണം എൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നാട്ടിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പോൾ വീട്ടിൽ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് വഴിയിൽ നമ്മൾ ലൈറ്റായിട്ട് ജ്യൂസ് കുടിക്കുക വെച്ചിട്ട് ഞങ്ങൾ കരിമ്പൻ ജ്യൂസ് കുടിച്ചാട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതേ നേരെ വീട്ടിലേക്ക് പോവാണ്. ചെറിയൊരു ഷോർട്ട് കട്ടാട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുട്ടാപ്പീനെ ഏട്ടനെടുത്ത് മടിയിൽ വെച്ച് ചെറുതായി ഡ്രൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ സേഫായിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി പർച്ചേസ് ഉണ്ടായിരുന്നു. കാരണം വീട്ടിൽ 2-3 ആൾക്കാർക്ക് കൂടി ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതേ ടെക്സ്റ്റൈൽസ് കയറി കേട്ടോ. കാരണം നമ്മുടെ അവിടത്തേക്ക് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിരിക്കില്ല, കാരണം ഓണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓപ്പൺ ആയിരിക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ വേഗം ഈ ടെക്സ്റ്റൈൽസിൽ കയറിയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ. കാരണം ഞാൻ പറഞ്ഞില്ല 3-4 മണിയൊക്കെ ആയ സ്ഥിതിക്ക് വേഗം ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വീണ്ടും യാത്ര ചെയ്യാം കേട്ടോ. കാരണം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്ക് ഏകദേശം ഒരു 7 മണി 7:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ ഇവിടെയൊക്കെ നിർത്തിയതുകൊണ്ട്. അതിനുശേഷം ഞാൻ വീട്ടിൽ നിന്ന് അമ്മ ഇങ്ങനെ സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഓലിനും അവിയലും എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. പായസവും അങ്ങനെ നമ്മുടെ പാലക്കാടുകാർ അങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും ഓണത്തിന് ഉണ്ടാക്കും കേട്ടോ. അതൊക്കെ ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കും. കാരണം നമ്മൾ വീട്ടിലേക്ക് എപ്പോഴെങ്കിലും അല്ലേ വരിക. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിറ്റേ ദിവസമായിട്ടോ. കാരണം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരും കണ്ടപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോയിട്ടോ. അതാണ് ഞാൻ അവിടെ ഇവിടെയുള്ള വീഡിയോസൊക്കെ ഇടുന്നത്. അങ്ങനെ ഞങ്ങൾ സലൂണിലൊക്കെ പോയി കുറച്ചൊക്കെ അധികം ചുറ്റി അടിച്ച് നടന്ന് വേഗം നൈറ്റ് ആട്ടോ എത്തിയത്. നൈറ്റ് നോക്കുമ്പോൾ അതേ സദ്യ തന്നെയായിരുന്നു കേട്ടോ. തീർന്നിട്ടില്ല, നമ്മുടെ നെക്സ്റ്റ് പാർട്ട് വരുന്നുണ്ട് കേട്ടോ.